തിരുവമ്പാടി മണ്ഡലം ഇത്തവണ LDF നിലനിർത്തുമെന്ന് LDF തിരുവമ്പാടി മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ VK വിനോദ് പറഞ്ഞു. മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളും സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവവും വോട്ടായി മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു. 23 ദിവസത്തെ പ്രചരണം വലിയ നിലയിലാണ് ഇവിടെ മണ്ഡലത്തിൽ നടന്നിരിക്കുന്നത്. നിലവിലുള്ള കഴിഞ്ഞ കാലത്തെ എല്ലാ പ്രതീക്ഷകളെയും തകിടം മറിച്ചുകൊണ്ട് വലിയ മുന്നേറ്റത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ വിജയം നേടുമെന്നാണ് ഞങ്ങൾ കണക്കാക്കിയിട്ടുള്ളത്. ജനങ്ങളുടെ ഒരു പൾസ് ഈ മണ്ഡലത്തിലാകെ സഞ്ചരിച്ചിട്ടുള്ള ആളാണ് എന്നുള്ള നിലയിൽ ഞങ്ങൾ ഇടതുപക്ഷ നേതാക്കന്മാരുടെ ഒരു പൾസ് അത് മണ്ഡലം പൂർണ്ണമായി ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. എല്ലാ മേഖലയിലുമുള്ള എല്ലാ വിഭാഗം ജനങ്ങളും നേരത്തെ എന്തെങ്കിലും ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ മുന്നണിയുടെ ആൾ എന്നുള്ള നിലയിലുള്ള അതിനെല്ലാം ഉപരിയായിട്ട് ഈ നാടിൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിലാണ് ആൾ ചിന്തിക്കുന്നത്. ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി എന്നതിനപ്പുറത്ത് നിങ്ങൾ ഈ നാടിൻ്റെ തിരുവമ്പാടിയുടെ പ്രതിനിധിയായി ാണ് ലിൻഡോ ജോസഫിനെ ഉയർത്തി കാണിക്കേണ്ടത് എന്ന് പൊതുജനങ്ങൾ തന്നെ പലരും ഞങ്ങളോട് പറയുന്ന സാഹചര്യം ഉണ്ടായി. ഞങ്ങൾ സമീപിച്ചിട്ടുള്ള ആളുകളെല്ലാം വളരെ പോസിറ്റീവായിട്ടാണ് നമ്മളോട് സംസാരിച്ചിരിക്കുന്നത്. അതുപോലെ ആളുകൾ ഇങ്ങോട്ട് ഞങ്ങൾ ഇത്തവണ കഴിഞ്ഞ കാലത്ത് വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് എല്ലാ വിഭാഗത്തിൽപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയിലും അല്ലാതെയും ഒക്കെയുള്ള പൊതുജനങ്ങൾ പൊതുവിൽ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. വിദ്യാർത്ഥികളും യുവജനങ്ങളും കൃഷിക്കാരും ഉൾപ്പെടെയുള്ള എല്ലാ മേഖലയിലും വലിയ മുന്നേറ്റം ഞങ്ങൾ സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷം എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഇന്നോളമില്ലാത്ത വലിയ വികസന പ്രവർത്തനമാണ് മണ്ഡലത്തിൽ നടന്നിരിക്കുന്നത്. 3500ഓളം കോടി രൂപയുടെ പ്രവർത്തനം ഒരു മണ്ഡലത്തിൽ നടക്കുക എന്നത് നിസ്സാര കാര്യമല്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലിൻഡോ കഴിഞ്ഞ തവണ ജനപ്രതിനിധിയായി മത്സരിക്കുമ്പോൾ പുതുമുഖമായിരുന്നു. എന്നാൽ ഇന്ന് ഈ മണ്ഡലത്തിലെ ഓരോ മനുഷ്യരെയും വ്യക്തിപരമായി ലിൻഡോയ്ക്ക് അറിയാം. ലിൻഡോയെ ഇവിടെയുള്ള ഈ മണ്ഡലത്തിലെ ജനങ്ങൾ കാണുന്നത് സഹോദരനായിട്ടോ അല്ലെങ്കിൽ അച്ഛനായിട്ടോ സുഹൃത്തായിട്ടോ ഒക്കെ പരിഗണിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ പലരും പറയുന്നത് ഞങ്ങൾ കേട്ടു, നേരിട്ട് കാണുമ്പോൾ നിങ്ങളെ കാണുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ പോലെയുള്ള ആദ്യമായി കാണുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ ആദ്യമായി സംസാരിക്കുന്ന ആളാണെങ്കിൽ പോലും നിങ്ങൾ ഞങ്ങളെ കൂടെയുള്ള ആളല്ലേ, അല്ലേ നിങ്ങളെ കൂടെയുള്ളത് എന്നുള്ള നിലയിലുള്ള ഒരു സംസാരമാണ് പൊതുവിൽ കാണുന്നത്. അതുകൊണ്ട് അയാൾ വ്യക്തിപരമായി ഉണ്ടായിട്ടുള്ള കഴിഞ്ഞ 5 വർഷം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള അംഗീകാരവും ഒരു പ്രധാന ഘടകമാണ്.